ഗേൾസിന് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റുമെന്നാണ്. കാര്യം ഈ 4 months പ്രീസി കോഴ്സ് ചെയ്യാൻ എത്ര പൈസ നമ്മൾ ചിലവാക്കണം, എത്രയാണ് ഇതിന്റെ കോഴ്സ് ഫീ. അതായത് ഈ ഫീൽഡിന്റെ നെഗറ്റീവ്സ് മാത്രം പറയുന്ന ഒരാളെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്തെങ്കിൽ അതിന്റെ നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരണം അയാൾ ആഗ്രഹിക്കുന്നില്ല. അതായത് നമ്മൾ ഇവിടെ സൗകര്യക്കുറവിനാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു ദ ചാനൽ. എൻ്റെ പേര് മിഥുൻ. അപ്പോൾ ETO ആയിട്ട്, ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറായിട്ട് മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈഡൻസ് തരുന്ന ആ ഒരു സീരീസ് ഓഫ് വീഡിയോസിലുള്ള സെക്കൻഡ് വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്സിലേക്ക് കടക്കാം. കാര്യം ഈ 4 months പ്രീസി കോഴ്സ് ചെയ്യാൻ എത്ര പൈസ നമ്മൾ ചിലവാക്കണം, എത്രയാണ് ഇതിൻ്റെ കോഴ്സ് ഫീ, അതാണ്. ഇത് ഒരു പ്രീമിയം ടൈപ്പ് ഓഫ് കോഴ്സാണ്. പ്രീമിയം ടൈപ്പ് ഓഫ് കോഴ്സ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പം നമ്മൾ ബിടെക്കിന് ശേഷം, ബിടെക് പഠിക്കുന്ന എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. ബിടെക്കിന് ശേഷം നമ്മൾ പലരും പല കോഴ്സുകൾ ചെയ്യും. ചിലർ എംബഡഡ് സി ചെയ്യും, ചിലർ MEP കോഴ്സ് ചെയ്യും, അങ്ങനെ ചിലർ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ കോഴ്സ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മേബി ഒരു ബിലോ 1 lakh ആയിരിക്കും. ഒരു മേബി ഒരു 2-3 അല്ലെങ്കിൽ up to 6 months വരെയുള്ള കോഴ്സിന്. ഈ ETO കോഴ്സിൻ്റെ പ്രത്യേകത ഒരു 4 മാസത്തെ കോഴ്സാണ്. ബട്ട് അതിൻ്റെ കോഴ്സ് ഫീ അറൗണ്ട് 3 to 4 lakhs കോഴ്സ് ഫീ വരും. അപ്പം നമ്മൾ വൺസ്, അതായത് ഒരു പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു കോമൺ ഒരു ആവറേജ് ആൾക്ക് അതൊരു ഭയങ്കര ഒരു തുകയാണ്. ഈ ഒരു 4 മാസത്തെ കോഴ്സിന് വേണ്ടിയിട്ട് 4 ലക്ഷം അല്ലെങ്കിൽ 3.5 ലക്ഷം ഒക്കെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പം ഞാനിത് 2018 ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കോഴ്സ് ഫീ 3,20,000 ആയിരുന്നു. അതിൽ 20,000 കോഷൻ ഡെപ്പോസിറ്റ് ആയിരുന്നു. പക്ഷേ 3 ലക്ഷം ആംഗ്ലോ വെസ്റ്റേണിലുള്ള കാര്യമാണ് പറയുന്നത്. അതേ സമയത്ത് 2.25 ലക്ഷത്തിന് തരുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ടായിരുന്നു. ബട്ട് അത് സെലക്ട് ചെയ്യരുത്. കാരണം ഈ കോഴ്സ് ഫീ കുറവ് വാങ്ങിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവർ ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്ത് പ്ലേസ്മെന്റ്. നമ്മൾ വൺസ് ഈ കോഴ്സ് ഇത്രയും എങ്ങനെയാണ്, ഇപ്പം 1.25 ലക്ഷം അല്ലെങ്കിൽ 2.25 ലക്ഷം രൂപയാണെങ്കിലും 3 ലക്ഷം 4 ലക്ഷം രൂപയാണെങ്കിലും നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പ്ലേസ്മെന്റ് ഗ്യാരണ്ടി തരണം. അപ്പോൾ പ്ലേസ്മെന്റ് ഗ്യാരണ്ടി തരുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കോഴ്സ് ഫീ ഒരു ഹയർ സൈഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് ബേസിക് കാര്യം. നിങ്ങൾ ഒരു ലോവർ കോഴ്സ് ഫീ വാങ്ങുന്ന, അതായത് നിങ്ങൾക്ക്, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ പോലും അതായത് ഒരു മേബി ഒരു 2 lakhs അടുത്ത് മാത്രം കോഴ്സ് ഫീ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഈ സെയിം സർട്ടിഫിക്കറ്റ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും. പക്ഷേ അവിടെ ഒരു 40 പേരുടെ ബാച്ചിൽ മേബി ഒരു 10 പേരൊക്കെ പ്ലേസ്ഡ് ആവുന്നുണ്ടാവുള്ളൂ. ബാക്കി 30 പേര് എന്ത് ചെയ്യും? അവർ ആഫ്റ്റർ കോഴ്സ് പല ഏജൻസിനെ കണ്ട്, ഏജൻസീസ് ത്രൂ ഒക്കെ ഷിപ്പിങ്ങിലേക്ക് വന്ന് അതിൽ തന്നെ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് ഈ ഒരു ഫീൽഡിൽ. പലരും ഏജന്റിന് ഫീസ് കൊടുക്കും, ഏജന്റ് മുങ്ങി ഫുള്ളി സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ എത്രയോ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് അറിയില്ല. ഇപ്പം അങ്ങനെയൊക്കെ ആൾക്കാർ മെസ്സേജ് അയക്കും, നമുക്കും അറിയില്ല ഇനി എന്ത് ചെയ്യും. ഒരു രീതിയിൽ നമുക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യാം, പ്രോപ്പറായിട്ട് ഗോ ത്രൂ ചെയ്യുക. അവരുടെ എല്ലാ രീതിയിലും പ്ലേസ്മെന്റ് റെക്കോർഡ്സ് എങ്ങനെയുണ്ട്, അവിടെ പഠിച്ച പലരുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക, മുന്നേ പഠിച്ച അലൂമിനീസുമായിട്ട്. അപ്പം നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും എന്താണെന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നത് കോഴ്സ് ഫീ നമ്മൾ നോക്കരുത് ആഫ്റ്റർ ബിടെക്. ഇപ്പം ഞാൻ വരുന്നത് ബേസിക്കലി ഒരു ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്നായിരുന്നു ഞാൻ വരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഒരു വളരെ വലിയ തുകയായിരുന്നു ഈ ഒരു 3 ലക്ഷം കണ്ടെത്തുക എന്നുള്ളത്. അപ്പം പല രീതിയിൽ പേഴ്സണൽ ലോൺ എടുത്തിട്ടും പിന്നെ പ്രോപ്പർട്ടി ബാങ്കിൽ വെച്ചിട്ടൊക്കെയാണ് അന്ന് ഞങ്ങൾ ഈ കോഴ്സ് ഫീ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 8 പേരിൽ മേബി ഒരു 5 പേരും ഇങ്ങനെയാണ് എമൗണ്ട് അന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് വൃത്തിയായിരുന്നു. ഞങ്ങൾ ലൈഫിലെടുത്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു അന്ന് ആ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കോഴ്സ് ഫീ ഞാൻ പറഞ്ഞു അറൗണ്ട് ഒരു 3 lakhs ഉണ്ടാവുന്നത്. അപ്പോൾ അത് അന്ന് ഈ 2018. ഇന്ന് റീസെൻ്റ്ലി ഉള്ള ഫീ ആംഗ്ലോ വെസ്റ്റേണിലുള്ളത് ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 year മുന്നേ ഉള്ള ഫീ എന്ന് പറയുമ്പോൾ അറൗണ്ട് 3,80,000 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 lakh പിടിച്ചു. അതായത് നമ്മുടെ ബാക്കിയുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ലഗേജസ്, എന്തെങ്കിലുമൊക്കെ ഡ്രസ് ഐറ്റംസ് വാങ്ങിക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പം നമ്മൾ വൺസ് ഈ അക്കാഡമിയിൽ എത്തിക്കഴിഞ്ഞാൽ അക്കാഡമിയിൽ ഫുഡും അവിടുത്തെ അക്കോമഡേഷനും അവിടുത്തെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ യൂണിഫോം, പിന്നെ PT ഡ്രസ്സ്, ഷൂസ്, ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതൊന്നും നമ്മൾ പിന്നെ ചിന്തിക്കുക വേണ്ട. ഒരു നേവൽ അക്കാഡമി സെറ്റപ്പാണ് ഈ ആംഗ്ലോ വെസ്റ്റേൺ മാരിടൈം അക്കാഡമി എന്ന് പറയുമ്പോൾ. ഒരു നേവൽ അക്കാഡമി സെറ്റപ്പാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മളൊരു 4 മാസം ഒരു കൂട്ടിൻ്റെ ഉള്ളിലുള്ള പോലെ ഉണ്ടാവും. വീക്കിലി വൺസ് റയറായിട്ട് നമുക്ക് പുറത്തൊക്കെ പോകാനുള്ള അവസരം കിട്ടും അക്കാഡമീൻ്റെ ഉള്ളിൽ. ബട്ട് അതൊക്കെ നമുക്ക് കുറച്ച് ഫോർ ETOs അത് വെറും 4 മാസത്തെ കോഴ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹെക്റ്റിക്കാണ്. ഹെക്റ്റിക് ഇൻ ദ സെൻസ് നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിൽ അധികമൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാലും നമ്മൾ നോർമൽ ഒരു ബിടെക് നമ്മൾ അടിച്ച് പൊളിച്ച് നടന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല ഈ ഒരു 4 മാസത്തേക്ക്. പക്ഷേ സമയം പെട്ടെന്ന് കടന്നു പോകും. നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കും. പല നമ്മൾ ഇതുവരെ ബിടെക്കിൽ കാണാത്ത പല സംഭവങ്ങളുമായിട്ടും നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടും. ബേസിക്കലി ഒരു ഷിപ്പിൽ പോയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും A to Z കാര്യം ഈ ഒരു 4 മാസം കൊണ്ടാണ് ബേസിക്സ് ഒക്കെ നമ്മൾ അവിടുന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. എനിവേ, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫീ സ്ട്രക്ചറാണ്. അപ്പം മെയിനായിട്ട് നമുക്കൊരു 4 lakhs പിടിക്കാം. 4 lakhs ആണ് നമ്മൾ ഈ 4 months കോൺട്രാക്റ്റിന് വേണ്ടി നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്തുന്നത് ഡിപ്പെൻസ്. ഇപ്പം ഞാനന്ന് കണ്ടെത്തിയത് കടം വാങ്ങിച്ചിട്ടും പ്രോപ്പർട്ടി സ്വന്തം വീടിൻ്റെ ആധാരം ബാങ്കിൽ വെച്ചിട്ടൊക്കെയാണ് അന്ന് കണ്ടെത്തിയത് ഈ 3 ലക്ഷം. പിന്നെ ചെറിയൊരു എമൗണ്ട് ആൾക്കാരെടുക്കുന്ന അമ്മയൊക്കെ കടം വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കണ്ടെത്തിയത്. അത് പല ഫാമിലി പല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ കണ്ടെത്തുക. ബട്ട് നിങ്ങൾക്ക് വൺസ്, അപ്പോൾ ഈ ഫീ പേയ്മെൻറ്റ് എപ്പോഴാണ്? എല്ലാ പ്രോസസ്സും, അതായത് ഇപ്പോൾ ആംഗ്ലോ വെസ്റ്റേൺ മാരിടൈം അക്കാഡമീൻ്റെ കഥ ഞാൻ പറയാം. അതായത് ഫസ്റ്റ് അവർക്ക് ഉണ്ടാകുന്നത് ഒരു ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ ഓൺലൈൻ എക്സാം എന്ന് പറയുമ്പോൾ ഒരു 3 hour എക്സാം. അതിൽ നമ്മുടെ ഒരു ടെക്നിക്കൽ
റൗണ്ടും ഉണ്ടാവും. പിന്നെ സൈക്കോമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജിക്കൽ ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ടോട്ടൽ ഒരു 3 hour ഓൺലൈൻ എക്സാം. ഇത് നമ്മൾ ക്ലിയർ ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ഉണ്ടാവുക ഇന്റർവ്യൂ ആണ്. അപ്പം ഞങ്ങളുടെ സമയത്ത് അത് ഡയറക്റ്റ് ഇന്റർവ്യൂ, മുംബൈയിൽ പോയിട്ടുള്ള ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. ബട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ടൊക്കെ അത് ഓൺലൈനൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് മാറും. ഇപ്പം പെട്ടെന്നുള്ള എന്തെങ്കിലുമൊക്കെ എമർജൻസി ആയിട്ടുള്ള ഡ്രൈവ്സും കാര്യങ്ങളൊക്കെ അവർ വെക്കും, ഓൺലൈൻ തന്നെ വെക്കും. അല്ലാത്ത പക്ഷേ അവർ ഓഫ്ലൈൻ മുംബൈയിൽ നമ്മൾ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നത് വെക്കും. അപ്പോൾ ആ ഒരു എക്സാം. അപ്പം ഞങ്ങളുടെ കേസിൽ അവിടെ ഞങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് ഒരു സ്മോൾ റിട്ടേൺ എക്സാം കൂടെ ഉണ്ടായിരുന്നു. ഒരു 7-8 ക്വസ്റ്റ്യൻസ് മാത്രം ഉണ്ടാകുന്ന ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സ്റ്റാർട്ടേഴ്സിനെ കുറിച്ചും പിന്നെ ചില ഓൺ ഓഫ് സ്വിച്ചിനെ കൊണ്ടും പിന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റൽ വയറിങ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കുറച്ച് ഒരു കുഞ്ഞൊരു എക്സാം കൂടെ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഓൺലൈനായിട്ടൊക്കെ ചെയ്യുമ്പോൾ ആ റിട്ടേൺ എക്സാം എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ എടുത്തു കളഞ്ഞു. അവർ അങ്ങനെ ചെയ്യുന്നില്ല. ഡിപ്പെൻസ് എഗെയിൻ. എനിവേ, അപ്പോൾ ഫസ്റ്റ് ഓൺലൈൻ എക്സാം പറഞ്ഞു, പിന്നെ ഇന്റർവ്യൂ കൂടെ മനസ്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന മെഡിക്കൽ എക്സാമാണ്, പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ എക്സാം. അപ്പോൾ ഈ പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ എക്സാമിന് നമ്മൾ ഫസ്റ്റത്തെ ഈ മെഡിക്കൽ എക്സാമിന് നമ്മൾ വേണം പേയ്മെന്റ് ചെയ്യാൻ. അപ്പോൾ അന്ന് 2018 അറൗണ്ട് 5,000 rupees ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു മെഡിക്കൽ എക്സാമിൽ. അത് നമ്മൾ A to Z അവർ ചെക്ക് ചെയ്യും. ഒരുപാട് അവരുമായിട്ട് ഇപ്പം ആംഗ്ലോ പറയാൻ അവർ ടൈപ്പ് ആയിട്ടുള്ള ചില മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സീബേർഡ് അല്ലെങ്കിൽ ബാലാജി ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ചില മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവിടെ പോയിട്ടായിരിക്കും മെഡിക്കൽ. അപ്പോൾ ഇതിൽ മേജർ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഐസൈറ്റിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഈ ഇഷിഹാര ടെസ്റ്റ്, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോന്നല്ല. കളർ ബ്ലൈൻഡ്നെസ് ഈ മർച്ചന്റ് നേവി ഫീൽഡിലേക്കുള്ള പെർമനന്റ് ഡിസബിലിറ്റിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ പിന്നെ ഇത് ശ്രമിക്കരുത്. പലരും ഇപ്പം എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഇങ്ങനെ കളർ ബ്ലൈൻഡ്നെസ് ചെറിയ രീതിയിലുണ്ട്, നമുക്ക് പറ്റുമോ? പക്ഷേ അത് പറ്റില്ല. മെഡിക്കലിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പിന്നെ പറ്റില്ല. അപ്പം നിങ്ങൾ വെറുതെ പിന്നെ ഇതിൻ്റെ പിന്നാലെ നടക്കരുത്. പിന്നെ നമ്മുടെ ECG, EEG, പിന്നെ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, സ്റ്റൂൾ സാമ്പിൾ, പിന്നെ ഫുൾ ബോഡി ഫിസിക്കൽ ചെക്കപ്പ്, പിന്നെ ഓഡിയോഗ്രഫി, സോണോഗ്രഫി, എക്സ്റേ. അപ്പോൾ അങ്ങനെ എല്ലാം ഒരു ബേസിക് ആയിട്ടുള്ള ഏകദേശം എല്ലാ ടെസ്റ്റുകളും അവർ ചെയ്യും. അപ്പോൾ അത് കൂടെ നമ്മൾ പാസ്സായി കഴിഞ്ഞാലാണ് ഫീ പേയ്മെന്റ് വരുന്നത്. അപ്പോൾ ഫീ പേയ്മെന്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വൺസ് എല്ലാം ഓക്കെ ആയി നമ്മൾ കോഴ്സ് കമ്മിറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു പർട്ടിക്കുലർ മേ ബി ഒരു 5-10 ദിവസം മുന്നേ ആയിട്ട് മാത്രം നമ്മൾ ഈ കോഴ്സ് ഫീ അടക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നിങ്ങൾ കോഴ്സ് ഫീ അടച്ച് പിന്നീട് അഥവാ കിട്ടിയില്ലെങ്കിലോ ഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട. കാരണം എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഫൈനലി മാത്രമേ ഫീ പേയ്മെന്റ് വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ ഫീ കണ്ടെത്താനുള്ള റിസ്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് വേർത്തിയാവുന്നതാണ് ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഗേൾസിന് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റുമെന്നാണ്. അപ്പോൾ യെസ്, 100% അല്ലെങ്കിൽ 110% വരാൻ പറ്റും. കാരണം ഇത് എല്ലാവർക്കും പറ്റുന്നൊരു പണിയാണ്. നിങ്ങൾ ബിടെക് പാസ്സായ ഒരു ലേഡി ആണെങ്കിൽ, ഒരു ഗേൾ ആണെങ്കിൽ ഷുവർ, എന്തുകൊണ്ട് വരാൻ പറ്റില്ല? അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിനാരിയോ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലേഡീസിന് ബെസ്റ്റാണ്. കാരണം ഇതൊരു മെയിൽ ഡോമിനന്റ് ഫീൽഡ് ആയിരുന്നു. മർച്ചന്റ് നേവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ മാത്രം പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു ഫീൽഡ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ എല്ലാ മേജർ ഷിപ്പിംഗ് കമ്പനീസും വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് പല സ്കീംസും പല പ്രൊജക്ട് വൈസും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം മാക്സിമം ഗേൾസിനെ അക്കോമഡേറ്റ് ചെയ്യാം. അവർക്കൊരു എയിം ഉണ്ട് ഓൾറെഡി. ഇന്നേ വർഷത്തിനുള്ളിൽ 50-50 റേഷ്യോയിൽ ഇപ്പോൾ ഒരു ഷിപ്പിൽ 10 പേരല്ല, 10 ഒരു 20 പേരാണ് ഷിപ്പിലുള്ളെങ്കിൽ 10 പേര് ലേഡീസും 10 പേര് ജെൻസും അങ്ങനെ ആവണമെന്നുള്ളൊരു മോട്ടോട് കൂടിയിട്ടാണ് പല മേജർ ഷിപ്പിംഗ് കമ്പനീസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ബാക്കത്തിലാണുള്ളത്. കാരണം അത്ര ലേഡീസ് റെഡിയല്ല ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ. അതിൻ്റെ മെയിൻ റീസൺ പലർക്കും അറിയില്ല. വേറൊരു റീസൺ പലർക്കും പേടിയാണ്. പലരുടെയും വീട്ടിൽ സമ്മതിക്കില്ല. പിന്നെ ഇപ്പം അവർ വിചാരിക്കുന്നത് ആണുങ്ങൾ മാത്രം കുറേയുള്ള സ്ഥലത്ത് എത്രത്തോളം സേഫ് ആയിരിക്കും ലേഡീസ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം ഞാൻ പറയാം, കഴിഞ്ഞ ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, ലേഡീസിന് പെർഫെക്റ്റ്ലി ഫൈനാണ്, പെർഫെക്റ്റ്ലി സേഫ് ആണ്. ഒരുപാട് ഈവൻ നമ്മൾ ചെയ്യുന്നൊക്കെ പല ബേസിക് കോഴ്സസിലും ലേഡീസിനെ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പല സ്പെഷ്യൽ ട്രെയിനിങ്ങും, അത് സൈക്കോളജിക്കൽ ട്രെയിനിങ് അടക്കം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ COC റീവാലിഡേഷൻ കോഴ്സുകൾ ഇപ്പോൾ എല്ലാ 5 വർഷം കൂടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കോഴ്സുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ മുന്നേ ഇല്ലാത്ത പല മോഡ്യൂൾസ് ഇപ്പം റീസെന്റ് ആഡ് ചെയ്തു ഫോർ അക്കോമഡേറ്റിംഗ് ലേഡീസ്. അതായത് ലേഡീസ് നമ്മുടെ ഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ അവരെ ടേക്ക് കെയർ ചെയ്യണം, അവരെന്തൊക്കെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അതിനൊക്കെ നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുക, അതായത് ലേഡീസിന് അറ്റ് പ്രസന്റ് വളരെയധികം ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ള ഒരു ടൈമാണ് ഇപ്പോൾ. അപ്പോൾ വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ എന്ന് പറയുന്ന പോലെ, അതായത് വുമൺ എംപവർമെന്റിന്റെ സമയമാണിത്. ഇങ്ങനെ ആണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പണി, പെണ്ണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പണി എന്നൊന്നുമില്ല. അതായത് നിങ്ങളുടെ ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു ഗേളാണ്, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിനോട് നല്ല താല്പര്യമുണ്ട്, നിങ്ങൾക്ക് മൾട്ടിമീറ്റർ ഒക്കെ യൂസ് ചെയ്യാൻ അത്യാവശ്യം താല്പര്യമുള്ള ടൈപ്പ് ഒരാളാണെങ്കിൽ കയറിപ്പോരും. അതായത് ഒന്നും പേടിക്കാനില്ല ഷിപ്പിൽ. അപ്പോൾ അതാണ് ജെൻഡർ. അതായത് ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് ജെൻഡറിന് മാത്രമേ പറ്റുമോ? അങ്ങനെയില്ല, എല്ലാവർക്കും പറ്റും. ഓക്കെ. ഞാൻ മനസ്സിലാക്കിയത് ഈ ഫീൽഡിന്റെ നെഗറ്റീവ്സ് മാത്രം പറയുന്ന ഒരാളെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്തെങ്കിൽ നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നില്ല. അതായത് നിങ്ങൾ നന്നായി കാണണമെന്ന് അയാൾക്ക് ആഗ്രഹമില്ല. മേ ബി അതായിരിക്കും അവർ പോസിറ്റീവ്സ് ഒന്നും പറഞ്ഞു തരാൻ, നെഗറ്റീവ്സ് മാത്രം പറയുന്നത്. ഇനി പോസിറ്റീവ്സ് മാത്രം പറഞ്ഞു തരുന്ന ഒരാളാണെങ്കിലും അതും തെറ്റാണ്. കാരണം ഇവിടെ കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. പറഞ്ഞു തരുന്ന ആളും അത്ര നല്ലതല്ല. കാരണം എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് പോസിറ്റീവ്സ് മാത്രം ഷിപ്പിലേക്ക് വന്നതിന് ശേഷം
ജസ്റ്റ് ആഫ്റ്റർ 1 ഷിപ്പ്, ഒരു ഷിപ്പ് മാത്രം ചെയ്തിട്ട് ഇത് എനിക്ക് പറ്റിയ ഫീൽഡല്ല, ഇവിടെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയ പിള്ളേരും ഉണ്ട്. ഈവൻ ഞങ്ങളുടെയൊക്കെ ബാച്ചിൽ തന്നെയുണ്ട്. ETO ബാച്ചിൽ ഞങ്ങൾ വെച്ചിട്ടുള്ള ഒരു ബാച്ചിൽ 40 പേരാണ്. അതിൽ തന്നെ എത്രയോ പേരുണ്ട് ഇത് ഷിപ്പിംഗ് നിർത്തിപ്പോയത് ആഫ്റ്റർ 1 or 2 സെയിലിംഗ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരാം. ഒരു ബേസിക് ആയിട്ട് നമുക്ക് എല്ലാം പറഞ്ഞു എന്തൊക്കെയാണ് പോസിറ്റീവ്സ്, എന്തൊക്കെയാണ് നെഗറ്റീവ്സ്.